നമസ്കാരം, നൗഷറാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാലും ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള ഒരു ഇഷ്യൂസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒലിവിയ ഡിസൈൻസിന്റെ ഇഷ്യൂസിനെ കുറിച്ച് ഒരുപാട് ചാനലുകാർ, ക്രിയേറ്റേഴ്സ് ഒക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു സംഭവം പറയാനുള്ള കാര്യം നടന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒലിവിയ ഡിസൈൻസിലെ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്ന, അതായത് ജോലി ചെയ്തിട്ട് വിഷയം ആയിട്ട് പുറത്ത് വന്ന പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന ഒരു ഷെഫീന ബീബി, അതായത് ഒലിവിയ ഡിസൈൻസിന്റെ ഓണർ അച്ചുവായിട്ടും അതേപോലെ സിബിയായിട്ടൊക്കെ പോയി ആ പെൺകുട്ടികൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ലൊരു ഉദ്ദേശമല്ലേ, കാര്യം ഇങ്ങനെയൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായ പുറത്ത് നിൽക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഒരാൾ വന്ന് സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ അത് നല്ലൊരു കാര്യമൊക്കെയാണെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ നിങ്ങൾ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. പക്ഷേ ഈ കാര്യങ്ങൾ കേൾക്കുമ്പം ഇവർ ഒരു പെണ്ണാണോ എന്ന് പോലും ചിന്തിച്ചു പോവുകയാണ്. കാര്യം ഷെഫീന എന്ന് പറയുന്ന ഇവരും ഒരു സ്ത്രീയാണെന്ന കാര്യം മറന്നു പോകുന്നു. എന്നിട്ടാണ് അവിടെ ജോലി ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളെ കുറിച്ച് ഇമാതിരി തെമ്മാടിത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കാം. എന്തായാലും ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് പ്ലേ ചെയ്യാം. കേട്ടില്ലേ? ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ സ്ത്രീ വന്ന് ആ ഒലിവിയ ഡിസൈൻസിന്റെ അവരെ ആ ഒരു വീടിന് മുമ്പിൽ കിടന്ന് ഉള്ള ആ ഒരു കൊരയാണ് നിങ്ങൾ കൊരയെന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കെല്ലാവർക്കും അറിയാം, ഇവർ വന്നാൽ തന്നെ ആ ഒലിവിയ ഡിസൈൻസിൽ ജോലി ചെയ്ത് വിഷയം ആയ പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീയാണ് ഈ ഷെഫീന എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ ആ ഒരു വീടിന് മുമ്പിൽ പോയി കിടന്ന് വിളിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടാ, എന്താണ്? വെപ്പാർട്ടീസ് ഇൻ ഹോം. എന്താണ് കാര്യം? പെൺകുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നാണമില്ല, അല്ല അറപ്പില്ലേ? കാര്യം വെച്ചാൽ അവിടെ ജോലി ചെയ്ത് വിഷയം, അതായത് കുറച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ട കുറച്ച് കാര്യം തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആണെന്നും പറഞ്ഞ് വന്നിട്ട് അതിനകത്ത് ജോലി ചെയ്യുന്ന പെൺകുട്ടി അവരെന്ത് പഴിച്ചിട്ടാണ് അവിടെ അതിനകത്ത് ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ അവർ പറയേണ്ട കാര്യം എന്താണ് ഇവർക്ക്? ഓക്കെ, ഈ സിബി അച്ചു എന്ന് പറയുന്ന അവരെ ഓണേഴ്സിന്റെ ഭാഗത്തു നിന്നും ഈ പുറത്തേക്കുന്ന പെൺകുട്ടികൾക്ക് എന്തെങ്കിലും വിഷയമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക. അല്ലാതെ അതിനകത്ത് ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ ഇമാതിരി തെമ്മാടിത്തരങ്ങളും ഇമാതിരി ഊളത്തരങ്ങളും വിളിച്ച് പറയുമ്പം ഈ സ്ത്രീ, അതായത് ഈ ഷെഫീന എന്ന് പറയുന്നത് ഇവരും ഒരു സ്ത്രീയല്ലേ? ഇവരെന്തൊരു പൊട്ടത്തരമൊക്കെയാണ് അവിടെ ഒന്ന് വിളിച്ചു പറയുന്നത്? പറയാൻ കൊള്ളാമെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവർക്കെതിരെ കേസ് കൊടുക്കണം, അതാണ് വേണ്ടത്. കാര്യം അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം കൂടി ചേർന്ന് ഈ ഷെഫീന എന്ന് പറയുന്ന ഇവർക്കെതിരെ കേസ് കൊടുക്കണം. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, കാര്യം ആ പെൺകുട്ടികളെ പറയുന്ന, അതായത് പരസ്യമായിട്ട് ആക്ഷേപിച്ചിട്ട് വീഡിയോ ആയിട്ട് ഇറക്കിയിരിക്കുകയാണ്. അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ പരസ്യമായിട്ട് ആക്ഷേപിച്ചിട്ട് വീഡിയോ ആയിട്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത്. ഇവരാണ് സ്ത്രീ, അല്ലെങ്കിൽ ഇവരാണ് അവർ കുറച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് സംഭവിച്ച വിഷയങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നവരാണോ ഇവർ? അങ്ങനെയുള്ളവരാണോ അവിടെ ജോലി ചെയ്യുന്ന കുറച്ച് പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്നത്? ഇതൊക്കെ നമ്മൾ എങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കും? നമ്മുടെ കേരള സമൂഹം ഒന്ന് കണ്ടു നിൽക്കല്ലോ. ഞാൻ അതാണ് പറയുന്നത്. കാര്യം ഇവരെപ്പോലുള്ള ആൾക്കാരെ നമ്മൾ പുറത്തു കൊണ്ടുപോകണം. കാര്യം ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ റീച്ചിന് വേണ്ടി മാത്രമാണ്, ഇവരുടെ ചാനലിന്റെ റീച്ചിന് വേണ്ടി മാത്രമാണ് ഇവർ ഈ റോഡിൽ വന്നിട്ട് കുറയ്ക്കുന്നത്. അല്ല നമ്മളെന്താ വേറെ പറഞ്ഞത്? അതിനകത്ത് ജോലി ചെയ്യുന്ന പെൺകുട്ടികളാണ് എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിനകത്ത് ജോലി ചെയ്യുന്നവർ അവരുടെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ മറ്റുള്ളവരെ അറിയിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അവരറിയിക്കാതെ അതിനകത്ത് നിന്ന് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊന്നും വേണ്ടിയല്ല, അവരെ കുടുംബത്തിനും അവരെ വീട്ടുകാർക്കും അല്ലെങ്കിൽ അവരെ മക്കൾക്കും വേണ്ടിയാണ് അവരതിനകത്ത് നിന്ന് ജോലി ചെയ്യുന്നത്. അവരെ ഇവരിങ്ങനെ പരസ്യമായിട്ട് വന്ന് കടന്നിട്ട് വെപ്പാട്ടി എന്നൊക്കെ വിളിച്ച് പറയാൻ യാതൊരു ഉളുപ്പില്ല. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വാക്ക് പറയാൻ പോലും പാടില്ലാത്തതാണ്. കാര്യം എന്താ അറിയോ? കാര്യം നമുക്ക് അങ്ങനെ, പക്ഷേ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഇവരെയൊക്കെ അവർ മനസ്സും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കി പോകുന്ന കാര്യം മറ്റൊന്നുമില്ല, ഇവർക്ക് റീച്ചിന് വേണ്ടി തന്നെയാണ് ഇവർ ഈ പെൺകുട്ടികളെ സഹായിക്കാനെന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. ഇവരെയൊക്കെ പുറം വെച്ച് നമ്മൾ പുറത്ത് കൊണ്ടുവരണം. അതിൻ്റെ പേര് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുള്ളത്.